ഇന്നത്തെ നമ്മുടെ റെസിപ്പി ട്രെൻഡിങ് ആയിട്ടുള്ള 5-in-1 ടോർട്ടി കേക്കിൻ്റെ വൈറ്റ് ചോക്ലേറ്റ് കേക്കാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഡാർക്ക് ചോക്ലേറ്റിൻ്റെത് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ ഐകാർഡ്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു വൈറ്റ് ചോക്ലേറ്റ് ഡ്രീം കേക്ക് ഉണ്ടാക്കുക എന്നുള്ളതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ 1/2 കപ്പ് മൈദയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് ഈ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ നിന്ന് 1 ടീസ്പൂൺ മൈദ മാറ്റി വെച്ചിട്ട് പകരം ഇതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ കേക്കിന് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 നുള്ള് ബേക്കിംഗ് സോഡയും 1 നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ച് ഒഴിക്കാം. മുട്ട റൂം ടെമ്പറേച്ചറിലായിരിക്കണം കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ച മുട്ടയാണെന്നുണ്ടെങ്കിൽ പുറത്തെടുത്ത് വെച്ച് തണുപ്പൊന്ന് പോയതിന് ശേഷം മാത്രം എടുത്താൽ മതി. പിന്നെ 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ട് ഇതുപോലെ പതഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള അളവാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു മുട്ടയും വാനില എസൻസും ഇങ്ങനെ ബീറ്റ് ചെയ്തെടുക്കുന്നത് ആ ഒരു മുട്ടയുടെ സ്മെല്ല് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ പഞ്ചസാര പൊടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. പഞ്ചസാര പൊടിച്ച് ചേർത്ത് കൊടുക്കുമ്പോൾ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് പതഞ്ഞ് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ കൂടുതലായിട്ട് ബീറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് അരിച്ച് വെച്ചിട്ടുള്ള പൊടി കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പാറ്റിൽ വെച്ചിട്ടോ പതുക്കെ ഇതുപോലെ പൊങ്ങി വന്നിട്ടുള്ള മുട്ടയൊന്നും താഴ്ന്നു പോകാത്ത രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ കേക്ക് ഹാർഡായി പോവും. അപ്പോൾ പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ 3 പ്രാവശ്യമായിട്ട് ഞാൻ ഇതിലേക്ക് കുറേശ്ശെ പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്തത്. ബാറ്റർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതാ ഞാനിവിടെ ഒരു 6 ഇഞ്ചിൻ്റെ കെട്ടിനാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ സൈഡിലും അടിയിലൊക്കെ ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടിയിലൊരു ബട്ടർ പേപ്പറും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണോ ബേക്ക് ചെയ്തെടുക്കുന്നത് അല്ലെങ്കിൽ ഓവനിലാണോ ബേക്ക് ചെയ്തെടുക്കുന്നത് അതൊന്ന് പ്രീഹീറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കൺവെൻഷൻ ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഓവന് 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇതുപോലെ ഒന്ന് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ 25-30 മിനിറ്റിൻ്റെ ഉള്ളിൽ ഈ ഒരു കേക്ക് ബേക്കായിട്ട് കിട്ടും കേട്ടോ. അങ്ങനെ ഇതാ കേക്ക് ബേക്ക് ചെയ്തെടുത്ത് നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ 5.5 ഇഞ്ചിൻ്റെ ടിന്നാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കേക്ക് 6 ഇഞ്ചിൻ്റെ. അപ്പോൾ ടിന്ന് വെച്ചിട്ട് തന്നെ ഇതുപോലെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ കേക്ക് കുറച്ചൊരു ഹൈറ്റിലുള്ള കേക്കാണ്. അപ്പോൾ കേക്കിനെ ഞാനൊരു 2 ലെയർ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് 1 ലെയർ നമ്മളിതായി ഒരു ടിന്നിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി കേക്ക് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഷുഗർ സിറപ്പിൽ കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടാണ് കേട്ടോ വെറ്റ് ചെയ്തെടുക്കുന്നത്. അത്യാവശ്യം നന്നായിട്ട് ഒന്ന് വെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2ാമത്തെ ലെയർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് 1/4 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്തെടുക്കേണ്ട. ഈ ഒരു പരുവത്തിലായിട്ട് കിട്ടിയാൽ മതി കേട്ടോ. പിന്നെ നമുക്ക് ഇതിലേക്ക് ഇനി ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കണം. ചോക്ലേറ്റ് വൈറ്റ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതൊന്ന് പെട്ടെന്ന് കട്ടയായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീമും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഒന്നുകിൽ ഡബിൾ ബോയിലിംഗ് രീതിയിൽ മെൽറ്റ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ മൈക്രോവേവിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇനി മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ചോക്ലേറ്റ് നമ്മൾ വിപ്പ് ചെയ്തിട്ടുള്ള ക്രീമിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ലെയർ. അപ്പോൾ ഇത് നമുക്കിനി നമ്മൾ വെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കേക്കിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചിട്ട് എല്ലാ ഭാഗവും ഒരേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ കുറച്ച് ലൂസായിട്ടാണ്. പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ചോക്ലേറ്റൊക്കെ ഒന്ന് കട്ടയായിട്ട് വരുമ്പോൾ ഇതൊന്ന് തിക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗത്തും ഇതുപോലെ ഒരുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം. പെട്ടെന്ന് സെറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ വെച്ചാൽ മതി. ഇനി അടുത്ത ലെയറിന് വേണ്ടിയിട്ട് ഞാനിതാ മിൽക്കി ബാറിൻ്റെ ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഒരു ഗണാഷ് കുറച്ച് തിക്കായിട്ടുള്ളൊരു ഗണാഷ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതിലേക്ക് ഫ്രഷ് ക്രീമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഫ്രഷ് ക്രീം എന്തുകൊണ്ടാണ് ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു വൈറ്റ് ചോക്ലേറ്റിന് മിൽക്കി ബാറിനൊക്കെ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും. പിന്നെ നമ്മൾ ഇതിലേക്ക് ഇനി സ്വീറ്റ് ആയിട്ടുള്ള വിപ്പിംഗ് ക്രീമും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു കുത്തുന്ന മധുരമാവും. അപ്പോൾ നമുക്കതൊരു പെട്ടെന്ന് തന്നെ ഇതൊരു മടുപ്പ് വരും. അങ്ങനെ മടുപ്പ് വരാതിരിക്കാൻ എപ്പോഴും ഞാൻ ഈ ഒരു വൈറ്റ്
വൈറ്റ് കോമ്പൗണ്ട് ചോക്ലേറ്റ് വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഗനാഷ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും അതുപോലെ ഇതുപോലെയുള്ള ഗനാഷ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും ഒക്കെ ഈ ഒരു മിൽക്കി ബാർക്കൊക്കെ ഫ്രഷ് ക്രീമാണ് കേട്ടോ നല്ലത്. ഇനി നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഒന്നുകിൽ ഓവനിൽ വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ചൂടുള്ള വെള്ളത്തിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഡബിൾ ബോയിലിംഗ് രീതിയിലൊന്ന് മെൽറ്റാക്കി എടുക്കാം. അപ്പോൾ ഇതാ മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ തിക്നെസ് നോക്കിയിട്ട് നല്ല തിക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് അല്പം കൂടെ ക്രീം ഈ ഒരു സമയത്തിന് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ കേക്കിൻ്റെ രണ്ടാമത്തെ ലെയറൊക്കെ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നട്ട്സും കൂടെ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് അണ്ടിപ്പരിപ്പ് മുറിച്ചിട്ട് അതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഗണാഷ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് തിക്കായിട്ട് വരും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ലൂസായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ നല്ല സ്റ്റിഫായിട്ടുള്ള നമ്മൾ സാധാരണ കേക്കിൻ്റെ പോലെ അങ്ങനെ കഴിക്കാനാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് തിക്കാക്കി എടുക്കാം കേട്ടോ. ക്രീം കുറച്ചിട്ട് ഗണാഷ് ചെയ്താൽ മതി. ഇനി കുറച്ച് ജ്യൂസി ആയിട്ട് കഴിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഈ ഒരു ലൂസിൽ ചെയ്യാം. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. ഞാൻ പെട്ടെന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് ഫ്രീസറിലാണ് കേട്ടോ വെക്കുന്നത്. ഇനി അടുത്ത ലെയറിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ മിൽക്കി ബാറിൻ്റെ തന്നെ ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതൊന്ന് മെൽറ്റാക്കി എടുത്തിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ഈ ഒരു സെറ്റായി വന്നിട്ടുള്ള ഗണാഷയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാ ഭാഗത്തും ഒരേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നല്ല തിന്നായിട്ട് വേണം കേട്ടോ ഈ ഒരു ലെയർ കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ആക്കിയാൽ താഴ്ന്നു പോകുന്ന അത്രക്കും തിന്നായിട്ട് കൊടുക്കാവും നല്ലത്. അല്ലെങ്കിൽ ഇത് പൊട്ടിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും കേട്ടോ. വൈറ്റ് ചോക്ലേറ്റ് ഒക്കെ ആകുമ്പോൾ മിൽക്ക് ചോക്ലേറ്റിനേക്കാളും കുറച്ചും കൂടെ ഒരു ഹാർഡായിട്ട് തോന്നും. അപ്പോൾ ഞാനിതാ ഇതുപോലെ എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ചൊന്ന് തികയാതെ വന്നിട്ടുണ്ട്. ഈ ഒരു സൈഡിലായിട്ടില്ല എന്നുള്ളൂ കേട്ടോ. എന്നാലും ബാക്കിയുള്ള സ്ഥലമൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് പാൽപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതൊരു അരിപ്പയിൽ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ 5-in-1 ടോട്ടെ കേക്കിന്റെ വൈറ്റ് ചോക്ലേറ്റ് വെർഷൻ ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനേക്കാളും ഒന്നും കൂടി ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് മറ്റേ ടേസ്റ്റാണ് കേട്ടോ. എന്നാലും ടേസ്റ്റിൽ വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ കുറച്ച് തിക്കായിട്ടൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു അത്രക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മൾ ആ ഡാർക്ക് ചോക്ലേറ്റ് ചെയ്ത് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇതുപോലെ ഈ ഒരു ക്രീം ഒന്ന് ലൂസായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്